ചെന്നൈ വേഴ്സസ് മുംബൈ ആര് ജയിക്കണം എന്നാണ് ആഗ്രഹം? അത് വെച്ചാൽ സഞ്ജു സെഞ്ചുറി ഇടണം, ചെന്നൈ തോക്കണം. അപ്പോൾ മുംബൈ ജയിക്കണം എന്നാണ് ആഗ്രഹം. മുംബൈ ജയിച്ചോട്ട്. പിന്നെ ചെന്നൈ തോക്കലാണെങ്കിൽ പിന്നെ മുംബൈ ജയിക്കുമല്ലോ വേണ്ടേ? കഴിഞ്ഞ ആള് ജയിച്ചില്ല മുംബൈ വേഴ്സസ് ചെന്നൈ. അവിടെ ഇക്കളി മുംബൈ കിട്ടി, സഞ്ജു സെഞ്ചുറി കിട്ടും. അല്ല അന്ന് ചെന്നൈ തോക്കണം എന്ന് ഇത്ര ഒരു അത് ചെന്നൈ പ്ലേ ഓഫിലേക്ക് കുറച്ച് ഇത് വരുന്നുണ്ട്. അന്നേരം ബാംഗ്ലൂരിന് ചെറിയൊരു ഭീഷണി വരില്ലേ? എല്ലാം ഇതിനെപ്പറ്റി പറയുമ്പോൾ എങ്ങനെയെങ്കിലും ബാംഗ്ലൂരിൽ എത്തിക്കണം കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ മുംബൈ കിടലം പോലെ ജയിക്കുമെന്നാണ്. കാരണം എടാ നോക്കേ, കഴിഞ്ഞ കളി പിന്നെ SRHന്റെ ഒപ്പരം തോറ്റ്, അതിന് മുമ്പത്തെ കളിയും തോറ്റ്. പക്ഷേങ്കിൽ അവർ കംബാക്കിനുള്ള ഇതുണ്ട് മുംബൈൻ്റെ എടുക്കുക. നമുക്ക് ഡ്രസ്സിങ് റൂമിൽ പക്ഷെ ചെന്നൈയും കഴിഞ്ഞ കളി തോറ്റിട്ടുണ്ടല്ലേ ഉള്ളേ. പക്ഷേങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാം ജയിച്ചാലേ അവർക്ക് പ്ലേ ഓഫിൽ കയറാനോ. മുംബൈക്ക് എല്ലാ കളിയും ജയിച്ചാലും കയറാനൊന്നും ആവുന്നില്ല. എന്തായാലും മറ്റേ ഇവർ രണ്ടാളും കയറിയില്ലേ, രാജസ്ഥാനും പഞ്ചാബും RCB ഏകദേശം കയറി പോലെയല്ലേ. ഇനി ആകെ 2 സ്പോട്ടല്ലേ ബാക്കിയുള്ളത്. പഞ്ചാബിന് 13 ബാക്കിയുള്ള 3 ടീംസിനും 12. അപ്പോൾ അവരമ്പരേക്ക് ഇനി മത്സരം ഇനിയിപ്പോൾ GT ടൈമിലാണല്ലേ. അപ്പോൾ ഇന്നത്തെ കളി എന്ത് സംഭവിച്ചാലും വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ എന്തായാലും ഒരു എൽ ക്ലാസിക്കോ അല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ആരായിരിക്കും ഇന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന പ്ലെയർ, അല്ലെങ്കിൽ കളി മാറ്റാൻ പോകുന്ന പ്ലെയർ? ഇന്ന് ബുംറക്ക് നല്ലോണം അറിയാൻ പറ്റും നമുക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല ഇന്ന് ബുംറക്ക് നല്ലോണം അറിയാൻ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ അഖിൽ ഹുസൈൻ്റെ പരിക്കും അറിയാം. കഴിഞ്ഞ കളി കളിച്ചിട്ടില്ലല്ലോ. എന്നാൽ പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് കളി മാറ്റാൻ പോകുന്നത് നമ്മളെ മച്ചാനായിരിക്കും, വിൽജാക്സ് മാറ്റൂല. നോക്കിക്കോ, ചങ്ങായി ഓപ്പണിങ് ഇറങ്ങിയിട്ട് ചങ്ങായി ഒന്നാമത് ഇങ്ങനത്തെ പിച്ചിൽ മര്യാദയ്ക്ക് കളിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ചെപ്പോക്കിലുള്ള ഏതോ കളിയിൽ വിൽജാക്സ് നല്ലോണം കളിച്ചിട്ടില്ലല്ലോ. അതേപോലെ തന്നെ ഇന്ന് കളിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നു. പിന്നെ ബുംറയ്ക്ക് ഇന്ന് മിക്കവാറും കുറച്ചും കൂടി അടികൊള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നു. എനിക്ക് ചങ്ങായിൻ്റെ ഈ ഒരു അവസ്ഥ പറഞ്ഞാൽ പറയണ കിട്ടുന്നില്ല സത്യമായിട്ട്. അതിനൊന്നും പറയാനൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മുംബൈ കളി നല്ലോണം അറിയുന്നു. ഇല്ല, എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് മുംബൈക്ക് നല്ലോണം ബോൾ അറിയാൻ പോകുന്നത് ഹർദിക് പാണ്ഡ്യ ആയിരിക്കും. ഇന്ന് അശ്വിനിക്കെല്ലാം നല്ലോണം കിട്ടോടെ. ഇന്ന് ഹർദിക് പാണ്ഡ്യ മാതിരിയായി കളിക്കും. നോക്കിക്കോ, ചങ്ങായി തലേൻ്റെ അടുക്കുന്ന ടിപ്സ് മേടിക്കുന്ന വീഡിയോ കണ്ടിന്. മറ്റേ ഇതിന് അതേ തല കളിക്കുവാ, തല കളിക്കുന്നാന്നല്ല റെയിനെല്ലാം പറഞ്ഞത് തല കളിക്കുന്നാണ്. റെയിനിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൈക്കിൾ ഹസിയില്ലേ, നമ്മളെ ഹസി, ഇവരെ മൈക്ക് ഹസി അല്ല മൈക്ക് ഹസിയടാ, ചെന്നൈൻ്റെ ഹസിയടാ. എടാ ചെന്നൈൻ്റെ ഇവ ഹസിയല്ലേ, മറ്റേ ബാറ്റിംഗ് കോച്ച് അല്ലേ? പിന്നെ ആരാ? ചങ്ങായി പറഞ്ഞേ. പിന്നെ ധോനി ഭയങ്കര ടീം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്. ടീമിന് എന്നാണോ നല്ലത് അതാണ് ധോനി ചെയ്യുക. കളി ഞാൻ ഇതൊന്നും എഡിറ്റ് ആക്കൂല കേട്ടാ. ഇന്ന് ചെന്നൈ ഫാൻസ് പൊങ്കാലിടുക, അത് കണ്ട് സന്തോഷിക്കണം. കുറേ നാളായി ചെന്നൈ ഫാൻസ് എടുക്കുന്നു. ഞാൻ കേൾക്കുന്നു, കുറച്ച് നീയും കേൾക്കും. തലേനെ പറ്റില്ല അങ്ങനെ പറയാൻ. പരിക്കെല്ലാം മാറിയില്ലേ? തല കളിക്കാത്തല്ല. ഇത് പറഞ്ഞെന്ന് വെച്ചാല് തലക്ക് മാച്ച് ഫിറ്റാണ്. പക്ഷേങ്കിൽ ഈ യങ് പ്ലേയേഴ്സിന് പകരം കളിക്കാൻ ചങ്ങായിക്ക് താല്പര്യമില്ല. യങ് പ്ലേയേഴ്സ് കളിക്കട്ടെ എന്നാണ്. പക്ഷേ യങ് ഒന്നും പറ്റില്ല. എനിക്ക് കേൾക്കാനുള്ള എനിക്ക് എന്തായാലും ഇന്ന് കേൾക്കും. മറ്റേ കാർത്തിക് ശർമ്മ കളിക്കുന്നില്ല മര്യാദയ്ക്ക്, ഉർവിൽ പട്ടേൽ കളിക്കുന്നില്ല, വേറെ മറ്റേ പ്രശാന്ത് തീറിനെ കളിപ്പിച്ചിട്ടില്ലല്ലോ. പ്രശാന്തിനെ ഒരു കളിയിൽ കളിപ്പിച്ചിട്ടുള്ളൂ. കളിപ്പിക്കാന്ന് മറ്റേ 14 കോടിനെ മറ്റേ ചങ്ങായിൻ്റെ വരുന്നതിനും കാർത്തിക് ശർമ്മ, പ്രശാന്ത് എന്നാൽ പ്രശാന്ത് തീറിനെ 2-3 കളിയൊന്നും കളിപ്പിച്ചിട്ടില്ല.
രണ്ടുപേരും കളിപ്പിച്ചാൽ എന്തായാലും ആരും കളിക്കുന്നില്ലല്ലോ, അപ്പൊ അതിന് പകരം ധോനി കളിക്കട്ടെ. ഇനിയിപ്പോ എന്നാ അതെ ഫിറ്റ് മാച്ച് ഫിറ്റ് ചങ്ങായിക്ക് കഴിഞ്ഞ ആഴ്ചയും പരിക്കേറ്റ് തന്നെ പറയുന്നത്. ഞാൻ പറഞ്ഞു ചെന്നൈൻ്റെ പ്രശ്നം എവിടെ വരുന്ന വെച്ചാൽ ഇപ്പോൾ സഞ്ജു കളിച്ചു തന്നെയായിരിക്കും. സഞ്ജു കളിച്ച് ഒരു 15 ഓവറിൽ ഒരു 150 റണ്ണായെന്നായിരിക്കും. ഇവർ പ്രശ്നം വരുന്നത് ഇവർക്ക് മര്യാദക്കുള്ള ഫിനിഷേഴ്സ് ഇല്ല. ദുബെ മര്യാദക്ക് കളിക്കുന്നില്ല, ഇവരെ പവർ ഹിറ്റേഴ്സ് വേറെ ആരും ഇല്ലല്ലോ. ഓവർട്ടൺ പക്ഷെ അങ്ങനെ ഒരു പവർ ഹിറ്റർ ആയിട്ടൊന്നും കൂട്ടാൻ പറ്റില്ല. അപ്പൊ ധോനി വന്ന് ലാസ്റ്റത്തെ 2 ഓവറിൽ ഒരു 20 റൺ എടുത്താലും ആയില്ലേ. പിന്നെന്നാ ധോനി യങ്സ്റ്റേഴ്സിനൊന്നും മാറ്റി വെച്ചിട്ട് ധോനി കളിക്കാണ്ട് എന്തൊന്നും കാര്യമൊന്നുമില്ല. ഇത് ധോനി കളിക്കട്ടെ. പിന്നെ രോഹിത് ശർമ്മ ചങ്ങായും ധോനിയും കളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല രസമുണ്ട്. എന്തായാലും ഏകദേശം തീരുമാനമായി IPL കാര്യത്തിൽ 2 ടീമിനെന്നാ. പിന്നെ ഇവർക്ക് രണ്ടാക്കും കളിച്ചിട്ട് കളി കാണാൻ പോകുന്ന ആൾക്കാർക്കും ഒരു ഇതായി കൊടുത്തൂടെ. പിന്നെ സഞ്ജുവിൻ്റെ കാര്യത്തിൽ എന്നാ അതിൻ്റെ കഴിഞ്ഞ ചെപ്പോക്കിലൊരു കളി സെഞ്ചുറി അടിച്ച്, വാങ്കടയിലൊരു കളി സെഞ്ചുറി അടിച്ച്. ഇപ്പം ഇങ്ങനെ എന്നായിരിക്കും അവസ്ഥ? ഇന്ന് വെച്ചാല് അടിക്കാൻ ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നത് സഞ്ജു 30 റണ്ണിനുള്ള ഔട്ടാവും. എത്ര റണ്ണ പറയുന്നത്? ഒരു ഹാഫ് സെഞ്ചുറി. നമുക്ക് തോന്നുന്നില്ല ഇന്ന് ഹാഫ് സെഞ്ചുറി. കാരണം ഇന്ന് സംഭവം എല്ലാ ടീമിനും മനസ്സിലായി സഞ്ജുവിനെ എടുത്തു കഴിഞ്ഞാൽ ചെന്നൈ ഇല്ല. പിന്നെ പ്രഷർ എന്നല്ല, ചെന്നൈ ഇല്ല. പിന്നെ ആരും മര്യാദക്ക് കളിക്കൊന്നുമില്ല. മിഡിലോഡേഴ്സ് ദുബൈയാന്ന് കളിക്കണ്ടേ. വേൾഡ് കപ്പിൽ നല്ലോണം കളിച്ച ചങ്ങായി കളിക്കുന്നില്ല. ബ്രേവിസ് വേഗം ഔട്ടായി പോകുന്നുണ്ട് ചങ്ങായി. ചെന്നൈ ഫാൻസ് കാത്തു നിൽക്കുന്നതിനും ബ്രേവിസ് വന്ന് കളി കൊണ്ടുപോകുന്നു. പക്ഷെ ബ്രേവിസിന് ആ ഒരു ഇമ്പാക്ട് കിട്ടാനില്ല. മറ്റേ റീലല്ല, മറ്റേ കണ്ട വരച്ചൊല്ലുങ്ക കർണനെ കയ്യോട് കുട്ടി വരുങ്ക കണ്ട വരച്ചൊല്ലുങ്ക മാത്രമേ ബാക്കിയൊന്നും നടക്കുന്നില്ല. മറ്റേ ഇരുത്തം മാത്രമേ ഉള്ളൂ. മകിഴ്മൽ പറയാൻ പറ്റില്ല. ബ്രേവിസ് ചിലപ്പോൾ ഇന്ന് കളിക്കും. ചങ്ങായി ഒന്നുമില്ലെങ്കിലും ചങ്ങായിൻ്റെ പണ്ടത്തെ ടീമല്ലേ, അപ്പോൾ കളിക്കാൻ ചാൻസ് ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് ചെന്നൈക്ക് കളിക്കാൻ പോകുന്നത്, മര്യാദയ്ക്ക് കളിക്കാൻ പോകുന്നത്, ഞാൻ പറയുന്നത് ബ്രൂയിസ് കളിക്കും. സഞ്ജു 30 റൺ എടുക്കും. ഇന്ന് തല കളിച്ചിട്ടുണ്ട്. നീ എന്ത് പറഞ്ഞും കാര്യമില്ല. തല കളിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷെ ഇവര് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് സ്റ്റാർ സ്പോർട്സിൽ ഇട്ടിട്ടുണ്ട് തല ദർശനം എന്നെല്ലാം പറഞ്ഞിട്ട്. പറയാൻ പറ്റില്ല, കളിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇവര് വ്യൂവിന് വേണ്ടി എടുത്താണ്, അത് വേറെ കാര്യം. എന്തായാലും നോക്കാം. പിന്നെ അതേപോലെ ബ്രൂയിസ്, സഞ്ജു, അതേപോലെ തന്നെ അഖിൽ ഹുസൈൻ കളിച്ചിട്ടുണ്ടെങ്കിൽ അഖിൽ ഹുസൈൻ നല്ല ഇമ്പാക്ട് ഉണ്ടാക്കാൻ. 100 മറ്റേ കഴിഞ്ഞ കളി സഞ്ജു, അത് കഴിഞ്ഞതിന് മുമ്പത്തെ കളിയല്ലേ? കഴിഞ്ഞ കളി കളിച്ചല്ലോ ആയിരിക്കും. പിന്നെ മുംബൈൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ചെന്നൈനെക്കാട്ടിയും പരിതാപം. അലക്കി അടിച്ചു 30 റണ്ണങ്ങാനാണ് ചെന്നൈൻ്റെ ഒപ്പരം. 30 റണ്ണി കഴിഞ്ഞ കളി 5 റണ്ണങ്ങാനും എടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ SRHന്റെ ഒപ്പരം ഈ കളി ഒറ്റ 30 ചെന്നൈൻ്റെ ഒപ്പരം എടുത്താന്ന് ഹൈ സ്കോർ ഈ IPL 30 റണ്ണങ്ങാനോ 50 ഒന്നും അടിച്ച സ്വപ്നം കണ്ടെങ്കിൽ. തിലകിനെ കളിപ്പിക്കുന്ന പൊസിഷൻ്റെ പ്രശ്നമാണ്. ഈ ചങ്ങായിനെ 1 ഡൗൺ ആയിട്ടും 4ാമതൊന്നും ഇറക്കിയിട്ടൊന്നും കാര്യമില്ല. മറ്റേ വേൾഡ് കപ്പിൽ ഗംഭീർ ഇറക്കിയ പോലെ ലാസ്റ്റ് ഇറക്കുക. തിലക് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഇട്ട് മറ്റേ സ്ട്രൈക്കർ റൊട്ടേറ്റ് ചെയ്ത് അങ്ങനെ കളിക്കുന്നൊരു പ്ലെയറല്ല. ചങ്ങായിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബൗണ്ടറി, എല്ലാ ഗ്യാപ്പിലൂട്ടിയും ബൗണ്ടറി അടിക്കുക, 4 കണ്ടെത്തുന്നില്ല ചങ്ങായിൻ്റെ മെയിൻ ഇത്. ആ ചങ്ങായിനെ പിടിച്ചിട്ട് സ്ട്രൈക്കർ റൊട്ടേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ പ്രഷർ സിറ്റുവേഷൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചങ്ങായി കളിക്കുമല്ലോ. ഒന്നിക്കൽ 4ാമത് ഇറക്കുക, ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അവിടെ നിർത്തുക. സൂര്യനെ 1 ഡൗൺ ഇറക്കുന്നത്. അല്ല ഇവനാണ് 1 ഡൗൺ ഇറങ്ങുന്നത്. നമൻതീർ കഴിഞ്ഞ കളിയെല്ലാം നമൻതീറാണ് 1 ഡൗൺ ഇറങ്ങി. സൂര്യൻ്റെ പൊസിഷൻ 1 ഡൗൺ ആണ്. ശരിക്കും കളിക്കുന്ന പൊസിഷൻ 1 ഡൗൺ. പക്ഷെ 1 ഡൗണിൽ നടക്കുന്നില്ല, അതുകൊണ്ടാണ് 4th ഇറങ്ങുന്നത്. ഇങ്ങനെ ഇറങ്ങണം. റിക്കൾട്ടണും വിൽ ജാക്സൺ തന്നെ ഓപ്പണിങ്. ഇപ്പോൾ രോഹിത് ഇല്ലെങ്കിൽ കഴിഞ്ഞ കളി റിക്കൾട്ടണും വിൽ ജാക്സൺ നല്ല ഓപ്പണിങ് പേർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമൻതീർ ഇറങ്ങുക, അത് കഴിഞ്ഞ് സൂര്യ ഇറങ്ങുക, അത് കഴിഞ്ഞിട്ട് കളി ഒരു നല്ല ഫ്ലോയിൽ പോകുന്നുണ്ടെങ്കിൽ ഹർദിക് ഇറങ്ങുക, ഇല്ലെങ്കിൽ തിലക് ഇറങ്ങുക. എൻ്റെ അഭിപ്രായത്തിൽ ഹർദിക് കുറച്ച് മുന്നേ ഇറങ്ങി ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ആ ഒരു എന്നാ അതിന് പറയാം, മറ്റേ സപ്പോർട്ട് മറ്റേ ഇത് ഏറ്റെടുക്കുമെന്ന് അറിയില്ലേ? പ്രഷറല്ലടാ, മറ്റേ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് കളിക്കുക. ബാക്കിയുള്ള പ്ലെയേഴ്സിനൊരു കുറച്ച് അടിച്ചിട്ട് ബാക്കിയുള്ള പ്ലെയേഴ്സിന് ജസ്റ്റ്
ബാക്കിയുള്ള പ്ലേയേഴ്സിന്റെ പ്രഷർ കുറക്കുക. ചങ്ങായി ഗുജറാത്തിൽ ചെയ്ത റോള്, ഗുജറാത്തിൽ ചങ്ങായി 1 ഡൗൺ ഇറങ്ങിയിട്ട് അതേ ഇതിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ഹർദിക്കിന് കുറച്ച് ചീത്ത പെരുമാറ്റാം. ഇതിപ്പോ ചങ്ങായിക്ക് ലാസ്റ്റ് 14 ഓവറിൽ വന്നിട്ട് ചങ്ങായിയും പ്രഷറിലാണ്, ടീമും പ്രഷറിലാണ്. ആ ഒരു ഇതിൽ. പക്ഷെ എനിക്ക് ഇന്ന് തോന്നുന്നു ഹർദിക്ക് നല്ലോണം കളിക്കുന്നു. ബാറ്റിലായാലും ബോളിലായാലും ഇന്ന് ഹർദിക്കിന്റെ ദിവസം. കഴിഞ്ഞ കളി എല്ലാവർക്കും അടികൊള്ളുമ്പോൾ ചങ്ങായി മാത്രമേ മര്യാദ കയറുള്ളൂ. അതുകൊണ്ട് ഇപ്രാവശ്യം പക്ഷെ ചെപ്പോക്കിലായോണ്ട് പറയാൻ പറ്റില്ല. ബാറ്റിംഗ് പിച്ചല്ല, ബോളിംഗ് പിച്ചാണ്. ചെപ്പോക്ക് ബോളിംഗ് പിച്ചേനും പിന്നെ ഇപ്പം കുറച്ച് ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുണ്ട് സംഭവം. ബാറ്റിംഗ് പിച്ച് ബോളിംഗ് പിച്ച് ആക്കിയ സമയം എന്ന് വെച്ചാൽ ചെന്നൈക്ക് ശരിയായ ബോളേഴ്സ് ഉണ്ട്. അശ്വിനെല്ലാം സമയത്ത് ശരിയായ കണ്ടേനും കുത്തിത്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ അങ്ങനെ കണ്ടാക്കി കഴിഞ്ഞാൽ ഇവരെന്നെയാണ്, ഇവർക്ക് അങ്ങനെ കളിക്കാനുള്ള പ്ലെയറില്ല, ആകെ ഈക്വാഡുണ്ട്. അപ്പോൾ ഇതന്നെ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മുംബൈ ഇന്ന് കിടലം പോലെ ജയിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിനക്കും തന്നെയല്ലേ പറയാനുള്ളത്? അപ്പോൾ രണ്ടാളും മുംബൈ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ചെന്നൈ ജയിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവുമെന്ന്. ഷാത്തറവ് പറഞ്ഞത് ചെന്നൈ ജയിക്കുമെന്നോ. അപ്പം നമുക്ക് നോക്കാം എന്തായാലും. നിങ്ങളെ പ്രഡിക്ഷൻ പറയാം. പക്ഷെ ഞാൻ ന്യൂട്രലായിട്ട് പറയുന്ന കേട്ടോ, ഞാനങ്ങനെ ആരെയും ഫാനായിട്ട് പറയുന്നില്ല കേസ്. ഇവൻ ചെന്നൈ ഹേറ്ററാണ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ അത്. അപ്പം ഇന്ന് കൊടുക്കാനുള്ളതെല്ലാം ഇന്ന് മേടിക്കാനുള്ളതെല്ലാം നീ മേടിച്ചോ. ഞാൻ നോക്കിയിട്ട് പറഞ്ഞോളൂ, പേടിക്കണ്ട. അപ്പോൾ നിങ്ങളെ അഭിപ്രായം പറയാം. ആരാ ഇന്ന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന പ്ലെയർ, അല്ലെങ്കിൽ ആരാ ഇന്ന് ജയിക്കുക? പോക്കബി കമ്പോജ് കമ്പോജും ഇവനും എറിയുന്ന പോലെ ഉണ്ടാവും. ഒരേ പവർ പ്ലേയിൽ എറിയല് ചെന്നൈൻ്റെ നമ്മളിവ ചൗധരി. മറ്റേ ഗുർപ്രീത് സിംഗ് ചങ്ങായി നല്ലോണം അറിയുന്നത്. അപ്പൊ ഇവരെ ഓവർസീസ് എല്ലാവർക്കും പരിക്കാന്നല്ലേ ഫാസ്റ്റ് ബോളേഴ്സ്? എല്ലാവർക്കും ഇത് സ്പെൻസർ ജോൺസണും പരിക്കാന്ന്. മറ്റേ ഇവനില്ലേ നമ്മളെ ഓവർട്ടൺ ഓട്ടണ എല്ലാ കളിയിലും കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്നുണ്ടല്ലേ ഇവർക്ക്. ഷോട്ടിനെ കളിപ്പിക്കാണ്ടിരിക്കുന്നതാണ്. എന്തിനാണ് ഷോട്ടിനെ കളിപ്പിക്കുന്നത്? വെറുതെ ഒരു ഓവർസീസ് ലോട്ട് കളിയാനാ? അതിന് വരെ ആരും കളിപ്പിക്കുക. അഖിൽ ഹുസൈൻ ഉണ്ടെങ്കിൽ ചങ്ങായിനെ കളിപ്പിച്ചാൽ മതി. ചങ്ങായി ആണല്ലോ കഴിഞ്ഞ കളി മറ്റേ മുംബൈന്ന് എറിഞ്ഞിട്ടെ. എത്ര 5 വിക്കറ്റ് എടുത്തേ? 5 4 4 ഫൈഫർ എടുത്തിനാ എല്ലാം എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആ കളിനെ പറ്റി ഞാൻ അധികം ഓർമ്മിക്കുന്നില്ല. അപ്പോൾ ഓക്കെ ബൈ. എത്ര മിനിറ്റായി? 20 മിനിറ്റാ?